ഈ വീഡിയോ ഭാഗത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു ലോക്കൽ ബോഡിയുടെ അണ്ടറിൽ ഒരു കശാപ്പുശാല പ്രവർത്തിക്കണമെങ്കിൽ അതിനുള്ള അനുമതി അല്ലെങ്കിൽ ലൈസൻസിന് വേണ്ടി എങ്ങനെയാണ് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിക്കുക, എന്തൊക്കെ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ നോക്കാനായിട്ട്. മറ്റു വീഡിയോകളിൽ നമ്മൾ കശാപ്പുകാർക്കുള്ള ലൈസൻസ്, ഇറച്ചിക്കടകൾക്കുള്ള ലൈസൻസ് ഒക്കെ വേറെ വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. കശാപ്പുശാലയ്ക്കുള്ള ലൈസൻസിന് അപേക്ഷ കൊടുക്കാനായിട്ട് ഇവിടെ ലോഗിൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ യൂസർ ഐ ഡി ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് ഇതിലേക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ട വിധം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റി കൊടുക്കുക. താഴേക്ക് വരിക. താഴേക്ക് വന്ന ശേഷം ഇവിടെ നമുക്ക് അനുമതികൾ എന്നുള്ള സെക്ഷനിൽ, ലൈസൻസുകളും അനുമതികളും എന്നുള്ള സെക്ഷനിൽ സ്വകാര്യ കശാപ്പുശാല ലൈസൻസിനുള്ള അപേക്ഷ എന്നുള്ള ഓപ്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജില്ല തെരഞ്ഞെടുത്ത് കൊടുക്കുക. ഓഫീസിന്റെ തരം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുത്ത് കൊടുക്കുക. ഓഫീസിന്റെ പേര് എന്നുള്ള ഭാഗത്ത് ഏതാണോ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപേക്ഷകന്റെ തരം എന്നുള്ള ഭാഗത്ത് വ്യക്തിഗതം സെലക്ട് ചെയ്ത് കൊടുക്കുക. വിഭാഗം എന്നുള്ള ഭാഗത്ത് പൊതുവിഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തത് സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. അപേക്ഷകനെ സംബന്ധിക്കുന്ന ഡീറ്റെയിലുകളാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപേക്ഷകന്റെ ആധാർ കാർഡ് നമ്പർ സെലക്ട് ചെയ്യുക. ആധാർ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴേക്ക് വന്നിട്ട് അപേക്ഷകന്റെ വീട്ടുപേര്, പ്രാദേശിക സ്ഥലം, പ്രധാന സ്ഥലം, വാർഡ് നമ്പർ, പോസ്റ്റ് ഓഫീസ് എന്നിവ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. ഇനി അപേക്ഷിക്കുന്ന ആള് ഈ ഒരു പഞ്ചായത്തിന്റെ കീഴിലെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിലെ താമസക്കാരനല്ല എന്നുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപന പരിധിക്കുള്ളിൽ എന്നുള്ളത് മാറ്റി കേരളത്തിനുള്ളിൽ എന്നുള്ളതാക്കി കൊടുക്കുക. ശേഷം തൊട്ട് താഴെ വന്ന് കത്തിടപാടുകൾ നടത്തുന്നതിനുള്ള മേൽവിലാസം എന്നുള്ളതിന് ടിക്ക് ബോക്സ് കൊടുക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്ന മുകളിലെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിലുകളും താഴേക്ക് കോപ്പി ആയിട്ട് വരും. ഈ ഒരു ഓപ്ഷൻ ഹൈഡ് ആയിട്ട് പോകുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്കുള്ള അപേക്ഷ തയ്യാറാക്കുക എന്നുള്ളതാണ്. രണ്ട് തരത്തിൽ നമുക്ക് അപേക്ഷ തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഒന്ന് ഫോം അല്ലെങ്കിൽ വെള്ളക്കടലാസിൽ അപേക്ഷ രീതിയിൽ, മറ്റൊന്ന് ഇവിടെ ഡിജിറ്റലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അപേക്ഷ സമർപ്പിക്കാവുന്ന രീതി. ഏത് രീതി വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ടു, അതുപോലെ തന്നെ ഫ്രം ആദ്യം കൊടുക്കുക. ഫ്രം കൊടുത്ത് അപേക്ഷന്റെ പേര്, ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതിനുശേഷം ടു കൊടുക്കുക. അതിനുശേഷം പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ആണ് മുനിസിപ്പാലിറ്റി അതോറിറ്റിയുടെ പേര് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിഷയം എന്നുള്ള ഭാഗത്ത് കശാപ്പുശാല ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം സാർ അല്ലെങ്കിൽ മാഡം എന്ന അഭിസംബോധന രേഖപ്പെടുത്തി നമ്മുടെ വിഷയം എന്താണോ അത് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കും. ഇനിയല്ല അത് നമ്മൾ വെള്ളക്കടലാസിൽ എഴുതിയിട്ടുള്ള അപേക്ഷയാണെങ്കിൽ അല്ലെങ്കിൽ ഫോം പൂരിപ്പിച്ചിട്ടുള്ള അപേക്ഷയാണെങ്കിൽ ഇവിടെ അറ്റാച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കുറിപ്പ് എന്നുള്ള ഭാഗത്ത് ആപ്ലിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫയൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. സേവ് ചെയ്യുക. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് രണ്ടും നമ്മൾ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉദാഹരണം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, അറ്റാച്ച് ചെയ്ത് കൊടുക്കണമെന്നില്ല. ഇനി അറ്റാച്ച് മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്യണം എന്നും ഇല്ല. അതിനുശേഷം വാർഡ് സെലക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു കത്തിടപാടുകൾക്കുള്ള മാർഗം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവുക. അതേ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റുകൾ ഉൾക്കൊള്ളിക്കാവുന്ന സെക്ഷനാണ്. എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, 150 മീറ്റർ ചുറ്റളവില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആരാധനാലയങ്ങളോ വാസസ്ഥലങ്ങളോ പൊതുനിരത്തുകളോ എന്നിവ ഇല്ല എന്ന് കാണിക്കുന്ന സ്ഥലത്തിന്റെ സ്കെച്ച്. 2, കെട്ടിടത്തിന്റെ പ്ലാനും സ്കെച്ചും, അതായത് ആ ഒരു കശാപ്പുശാല പ്രവർത്തിക്കാനായിട്ട് ആവശ്യമുള്ള കെട്ടിടത്തിന്റെ പ്ലാന്, സ്കെച്ച്, അതുപോലെ തന്നെ അതിന്റെ ജലലഭ്യത എങ്ങനെയാണെന്നുള്ളത് കൂടി ആ പ്ലാനിൽ കൃത്യമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കണം. 3, മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നും ഉള്ള പ്രവർത്തനാനുമതി. 4, കശാപ്പ് നടത്തുന്ന ആളുടെ ലൈസൻസിന്റെ പകർപ്പ്, അതിനെങ്ങനെ അപേക്ഷ കൊടുക്കാമെന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുണ്ട്. 5, സ്ഥലത്തിന്റെ അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖയുടെ പകർപ്പ്, അതുമല്ലെങ്കിൽ ഓണറാണ് അവകാശിയെങ്കിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഫയലുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ സെലക്ട് ഭാഗം ക്ലിക്ക് ചെയ്ത് ഇവിടെ ചൂസ് ഫയൽ ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ ഫയലുകളും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫയലുകളെല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത ശേഷം അടുത്തത് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ അടയ്ക്കേണ്ട തുക എന്നുള്ളത് 5 രൂപയാണ്. കോടതി ഫീസ് സ്റ്റാമ്പ്, കോർട്ട് ഫീസ് സ്റ്റാമ്പ് ആയിട്ടുള്ള 5 രൂപയാണ് നമ്മൾ ആദ്യ ഘട്ടമായിട്ട് അടയ്ക്കേണ്ടത്. അതിനുശേഷം ഇതിന്റെ ലൈസൻസ് അനുവദിക്കുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ലൈസൻസിന്റെ പരിശോധനകൾക്കൊക്കെ ശേഷം അടയ്ക്കേണ്ട തുക ഇവിടെ ഡിമാൻഡ് നോട്ടായിട്ട് നമുക്ക് വരുന്നതാണ്. നെക്സ്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സത്യപ്രസ്താവനയാണ്. താഴേക്ക് വരിക. കൺസെന്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഒരു അപേക്ഷ ലോക്കൽ ബോഡിയിലോട്ട് സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന സ്ലിപ്പ് കസ്റ്റമർക്ക് പ്രിന്റ് എടുത്ത് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള കോർട്ട് ഫീസ് സ്റ്റാമ്പിന്റെ 5 രൂപ കൂടി നമ്മൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അപേക്ഷ ലോക്കൽ ബോഡിയുടെ പരിഗണനയിൽ വരൂ.
ഈ ഒരു രീതിയിലാണ് കശാപ്പുശാല ലൈസൻസിനുള്ള അപേക്ഷ നമ്മൾ കൊടുക്കുന്നത്.